പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിനെ വചനത്തിൽ കൂടി ഉയർത്തുവാനും കിട്ടുന്ന ഓരോ സമയങ്ങളും വിലപ്പെട്ടതാണ്. ഈ വീഡിയോ കാണുന്ന, അപ്ലോഡ് ചെയ്തതിന് ശേഷം കാണുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മീഡിയയിലൂടെയുള്ള ദൈവത്തിക ശുശ്രൂഷ അനേക വ്യക്തികൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്നതിൽ വലിയ സന്തോഷം. ഒരുപാട് വ്യക്തികൾ പ്രാർത്ഥിക്കുവാൻ വിളിക്കുന്നു. ഒരുപാട് ചെറുപ്പക്കാരെ പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നു. അനേക വ്യക്തികളെ വചനം സ്പർശിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷം. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കൂടുതലായി നിങ്ങൾ ഈ മിനിസ്ട്രിയെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ ശുശ്രൂഷയിലുള്ള സഹകരണം ദൈവനാമത്തിൽ ചോദിക്കുന്നു. നിങ്ങൾ കാണിക്കുന്ന പ്രാർത്ഥനകൾക്കും സഹകരണത്തിനൊക്കെ കർത്താവിൻ്റെ നാമത്തിൽ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവിൽ നിന്ന് ചില മിനിറ്റുകൾ മാത്രം കർത്താവിൻ്റെ വചനത്തിൽ കൂടി സംസാരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതിനിന്ന് പരിശുദ്ധാത്മാവ് തന്ന ദൈവിക വചനം മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 22-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ അല്പനേരത്തെ ഒന്ന് ധ്യാനിക്കുവാൻ പോകുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ഗോഡ്. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ഗോഡ്. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന അതിമഹത്തമായൊരു പദം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു സംസാരത്തെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് ചോദിച്ചാലും അത് ലഭിക്കും. ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ ആദ്യ മിനിറ്റിൽ തന്നെ പറയട്ടെ, പ്രാർത്ഥനയിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് കിട്ടും. ആമേൻ. പ്രൈസ് ഗോഡ്. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ താഴേക്ക് പഠിച്ചു വരുമ്പോൾ യേശു കർത്താവ് പല നിലകളിൽ പല പ്രതിസന്ധികളിൽ കൂടി പോയിട്ട്, സ്തോത്രം, ഈ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ നെടുകയിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ വിളിമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പ്രൈസ് ഗോഡ്. യേശു കർത്താവ് ഒരു നഗരത്തിൽ കൂടി സഞ്ചരിച്ച 2 ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുക്കിലേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ എതിരെയുള്ള ഒരു ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കഴുതയെയും കുട്ടിയെയും കെട്ടപ്പെട്ട അവസ്ഥയിൽ കാണാം. അതിനെ നിങ്ങൾ എങ്ങോട്ട് അഴിച്ചു കൊണ്ടുവരണം. ആരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ, ചോദിച്ചാൽ, പ്രൈസ് ഗോഡ്, ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. യേശു പറഞ്ഞതുപോലെ തന്നെ ശിഷ്യന്മാർ ചെന്ന് ഗ്രാമത്തിൽ ചെന്ന് ആ കഴുതയെയും കുട്ടിയെയും അഴിച്ചുകൊണ്ട് വരുന്നു. പ്രൈസ് ഗോഡ്. യേശു കർത്താവ് ആ കഴുതക്കുട്ടിപ്പുറത്ത്, പ്രൈസ് ഗോഡ്, നഗരത്തിൽ കൂടി സഞ്ചരിക്കുന്നു. ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. യേശു കർത്താവ്
അഴിച്ചുകൊണ്ടുവന്ന ആ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി ആ നഗരത്തിൽ സഞ്ചരിക്കുന്നു. യേശു കർത്താവ് ആ കഴുതക്കുട്ടി പുറത്ത് സഞ്ചരിക്കുന്നത് കണ്ടിട്ട് പ്രൈസ് ഗോഡ് നഗരത്തിലുള്ള നിവാസികൾ, നഗരത്തിലുള്ള ജനം പ്രൈസ് ഗോഡ് തങ്ങളുടെ വസ്ത്രങ്ങളും മരക്കൊമ്പുകളും കൊണ്ട് യേശുവിന് ഹോസന്ന പാടുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശു കഴുതക്കുട്ടി പുറത്ത് നഗരത്തിൽ കൂടി നടന്നു നീങ്ങുമ്പോൾ, നഗരത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ജനമെല്ലാം യേശുവിന് ഹോസന്ന പാടുന്നു, യേശുവിന് ആരാധന കൊടുക്കുന്നു. പ്രൈസ് ഗോഡ്, ആമേൻ. എങ്ങനെയൊക്കെ വേണമെങ്കിലും ഏതൊക്കെ ക്ലൈമറ്റിൻ്റെ അകത്താണോ നിൽക്കുന്നത് അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ യേശുവിന് ആരാധന കൊടുക്കുന്ന ജനത്തെ ആ നഗരത്തിൻ്റെ അകത്ത് കാണാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എങ്ങനെയൊക്കെ കർത്താവിനെ പാടി സ്തുതിച്ചാലും, എങ്ങനെയൊക്കെ കർത്താവിനെ ആരാധിച്ചാലും, എങ്ങനെയൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധന കൊടുത്താലും കർത്താവിന് അത് പ്രിയമാണ്. പ്രൈസ് ഗോഡ്. കർത്താവ് കഴുതക്കുട്ടിയുടെ പുറത്ത് നടന്നു വരുമ്പോൾ അവർ ചെയ്തത് വസ്ത്രങ്ങൾ വിരിച്ചു, മരക്കൊമ്പുകൾ കൊണ്ട് നിലത്ത് വിരിച്ചു. യേശു കർത്താവിന് ഹോസന്ന ഹോസന്ന എന്ന് വാഴ്ത്തി പാടി. പ്രൈസ് ഗോഡ്. ആരാധനകൾക്ക് യോഗ്യനും ആരാധനയ്ക്ക് യോഗ്യനായ ദൈവവും യേശു കർത്താവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പുരുഷാരം യേശുവിന് ആരാധന കൊടുത്തത്. പ്രിയരെ, ആരാധിക്കുന്നവനും ആരാധന കൊടുക്കുന്നവരും ഒരുപാട് വ്യക്തികളുണ്ട്. ആർക്കാണ് ആരാധന കൊടുക്കേണ്ടത്, ആർക്കാണ് ആരാധന ഇഷ്ടപ്പെടുന്നതെന്ന് തിരിച്ചറിയുമ്പോഴാണ് ആരാധനയ്ക്കകത്ത് നമുക്ക് റിസൾട്ട് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ആരാധനയിൽ നമ്മൾ കൊടുക്കുന്ന ആരാധനയുടെ വാക്കുകളും നമ്മൾ കൊടുക്കുന്ന സ്തുതിസ്തോത്രങ്ങളുടെ പദത്തിനും തിരിച്ച് ദൈവസന്നിധിയിൽ നിന്നൊരു മറുപടി കിട്ടണമെങ്കിൽ ആരാധന കൊടുക്കുന്ന വ്യക്തിയും ആരാധന ആർക്കാണ് കൊടുക്കേണ്ടതെന്നുള്ള തിരിച്ചറിവ് ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ മാത്രമേ ആ ആരാധനകൾക്കൊരു പ്രശസ്തി ഉണ്ടാകത്തുള്ളൂ. ജനം എല്ലാം ആരാധന ആർക്ക് കൊടുക്കണമെന്നുള്ള ബോധ്യവും ആരാധന പുരുഷനായ യേശു കർത്താവ് കഴുതക്കുട്ടി പുറത്ത് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് മരത്തിലെ ചില്ലക്കൊമ്പുകൾ വെട്ടിയിട്ട് അദ്ദേഹത്തിന് ഹോസന്ന പാടുന്നതും വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ ആരാധന കൊടുക്കുന്ന വ്യക്തികൾക്കും ആരാധനയ്ക്ക് യോഗ്യനാകുന്ന കർത്താവിന് ബോധ്യമുള്ളത് കൊണ്ട് ജനം യേശു കർത്താവിന് ഹോസന്ന പാടുകയാണ്. ആർപ്പുവിളിയുടെയും ആഘോഷത്തിൻ്റെയും ഒരു ജനസാഗരത്തിൻ്റെ ആരവം ആ നഗരമധ്യേ വെളിപ്പെട്ടു. കാരണം ആരാധനയ്ക്ക് യോഗ്യനായ യേശു കർത്താവ് കഴുതക്കുട്ടി പുറത്ത് സഞ്ചരിച്ചു വരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. അപ്പൊ ആരാധനയ്ക്ക് യോഗ്യനും ആരാധന ആരെ ആരാധിക്കുന്നു എന്നുള്ള ബോധ്യവും ഒരുവനിൽ വെളിപ്പെടുമ്പോഴാണ് ആരാധനയ്ക്ക് റിസൾട്ട് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് ഉണ്ടാകുന്നത്. നഗരത്തിൽ കൂടി കഴുതക്കുട്ടി പുറത്തു വന്ന യേശുവിനെ കണ്ടപ്പോൾ ജനമെല്ലാം ആരാധന കൊടുത്തു, സ്തുതികൾ പാടി, ഹോസന്ന പാടി. പ്രൈസ് ഗോഡ്. അവർക്ക് ഏതൊക്കെ സിറ്റുവേഷനിൽ അവർക്ക് ആരാധനയെ ഇങ്ങനെ പറഞ്ഞ ഒരു കളർഫുള്ളാക്കി മാറ്റുവാൻ കഴിയുന്നോ? പ്രൈസ് ഗോഡ്. അവർ വസ്ത്രങ്ങൾ നിലത്ത് വിരിച്ചിട്ട് മരക്കൊമ്പുകൾ ചില്ലകൾ ഒടിച്ചിട്ട് ആരാധന പുരുഷനായ കർത്താവിന് ഹോസന്ന പാടി. പ്രൈസ് ഗോഡ്, ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 10-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. യേശു കഴുതക്കുട്ടി പുറത്ത് നടന്നു വരുമ്പോൾ ജനമെല്ലാം വസ്ത്രങ്ങൾ നിലത്തിട്ട് ഹോസന്ന പാടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കളർഫുൾ ആരാധനയാക്കിയ നഗരത്തെ വ്യത്യസ്ത ഒരു അനുഭവമാക്കി മാറ്റുമ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, നഗരം മുഴുവനും ഇളകി. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് യോഗ്യനായവൻ, ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ് നഗരത്തിൽ കൂടി സഞ്ചരിച്ചു വരുമ്പോൾ ആരാധന കൊടുക്കുന്ന വ്യക്തികൾ ആരാധന പുരുഷനായ കർത്താവിന് ഹോസന്ന പാടിയപ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, നഗരം മുഴുവൻ
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ആർക്കാണ് ആരാധന കൊടുക്കേണ്ടതെന്നും ആരെയാണ് ആരാധിക്കേണ്ടതെന്നും ബോധ്യം വന്നപ്പോൾ, സ്തോത്രം, അതിൻ്റെ അകത്തു നിന്നും ആരാധനയുടെ റിസൾട്ട് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യവും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും അവർ ഒരുമിച്ച് ആരാധന പുരുഷനായ കർത്താവിന് അർപ്പിച്ചപ്പോൾ, വിശുദ്ധ തിരുവെഴുത്ത് മത്തായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, നഗരം മുഴുവനും ഇളകി. പ്രൈസ് ഗോഡ് എന്ന് പറഞ്ഞാൽ ആരാധനിക്കുവാനുള്ളതും ആരാധന കൊടുക്കുവാനുള്ള ആവേശം ജനഹൃദയങ്ങളിലേക്ക് വരുവാനിടയായി തീർന്നു. പ്രിയരെ, ആരാധന കൊടുക്കുമ്പോൾ, ആരാധന പുരുഷനായ കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുമ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ അല്ല നോക്കേണ്ടത്, അവിടുത്തെ സമയപരിധിയല്ല നോക്കേണ്ടത്. എങ്ങനെയൊക്കെ കർത്താവിനെ ആർപ്പിടാൻ കഴിയുന്നോ, എങ്ങനെയൊക്കെ കർത്താവിന് ഹോസന്ന പാടാൻ കഴിയുന്നോ, എങ്ങനെയൊക്കെ കർത്താവിന് ആരാധന കൊടുക്കാൻ പറ്റുന്നോ, അപ്പോഴൊക്കെ ദൈവത്തിന് അങ്ങ് ആരാധന കൊടുത്തോണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെയാണ് പറയുന്നത്, മടുത്തു പോകരുത്, പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്, ആരാധനയിൽ മടുത്തു പോകരുത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ജീവിക്കുന്ന കർത്താവ് ആ നഗരത്തിൽ കൂടി നടന്നു നീങ്ങുമ്പോൾ ജനമെല്ലാം ഇളകി. പ്രൈസ് ഗോഡ്. അവൻ ആർപ്പുവിളിയുടെയും സ്തുതിയുടെയും ശബ്ദത്താൽ ജനമങ്ങ് ഇളകി. പ്രൈസ് ഗോഡ്. അവർക്ക് ആരാധിക്കുവാനുള്ള മനോഭാവവും ആരാധിക്കാനുള്ള വികാരവും എങ്ങനെയെങ്കിലും ദൈവസന്നിധിയിൽ പ്രകടമാക്കണമെന്ന് നഗരത്തിലുള്ള ജനത്തിന് ആ വിധത്തിലുള്ള വികാരങ്ങൾ വന്നു. സ്തോത്രം. ആ വിധത്തിലുള്ള താല്പര്യങ്ങൾ വന്നു. പ്രിയരെ, ദൈവസന്നിധിയിൽ ഒരു മനുഷ്യൻ ആരാധിക്കാൻ വരുമ്പോൾ, ദൈവസന്നിധിയിൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും ദൈവത്തിന് കൊടുക്കേണ്ട നമ്മളിൽ നിന്ന് വരുന്ന വികാരങ്ങൾ, ആരാധനയ്ക്ക് കൊടുക്കേണ്ടതുള്ള നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരുന്ന സ്റ്റൈലുകൾ ഏത് വിധത്തിലാണോ ആ വിധത്തിലൊക്കെ ദൈവത്തിന് ആരാധന കൊടുത്തോണം. ഒരു ദൈവ പൈതൽ എങ്ങനെയൊക്കെ ദൈവസ്ഥനിൽ ആരാധിക്കുന്നോ, ഒരു ദൈവ പൈതൽ എങ്ങനെയൊക്കെ കർത്താവിനെ സ്തുതിക്കുന്നോ, ആ വിധത്തൊക്കെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇങ്ങനെ ആരാധിക്കാവൂ, ഇങ്ങനെ പാടാവൂ, ഇങ്ങനെ പ്രാർത്ഥിക്കാവൂ, ഈ വിധത്തിൽ ഒരു ടൈം ടേബിൾ ക്രമത്തിൽ മാത്രമേ ചെയ്യാവൂ എന്നുള്ളത് ഒരു ദൈവ പൈതലിനെ അപേക്ഷിച്ചും കേൾക്കുന്ന ജീവിക്കുന്ന കർത്താവിനെ അപേക്ഷിച്ചും അത് വെറും പോഷത്വമാക്കി മാറ്റിക്കൊണ്ട് ആരാധനകൾക്ക് വേണ്ടി ഏത് വിധത്തിലാണോ ദൈവസന്നിധിയിൽ നമ്മിൽ നിന്നും പ്രകടമാകുന്നത് ആ വിധത്തിലൊക്കെ ദൈവസന്നിധിയിൽ ആരാധന കൊടുക്കാൻ, പ്രാർത്ഥന കൊടുക്കാൻ, സ്തുതികൾ അർപ്പിക്കാൻ, അല്ലെങ്കിൽ ആരാധനയിലൂടെ ആർപ്പിവിളി ഉണ്ടാകാൻ ഏത് വിധത്തിലാണോ നമ്മിൽ നിന്നും ഉണ്ടാകുന്ന പ്രകടനങ്ങൾ ആ വിധത്തിലൊക്കെ ദൈവസന്നിധിയിൽ ആരാധന കൊടുത്തോണം. പ്രൈസ് ഗോഡ്. ജനമത് കൊടുത്തു. ജനമത് ആരാധനകൾക്ക് വേണ്ടി സമയം വേർതിരിച്ചു. അവർ ചില്ലിക്കൊമ്പുകളും മരക്കൊമ്പുകളും വെട്ടിയിട്ട് തങ്ങളുടേതായ വസ്ത്രങ്ങൾ വിരിച്ച് അവർ ആരാധനകൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തു. ഹല്ലേലൂയ. ആർപ്പുവിളിയുടെയും ആഘോഷത്തിന്റെയും സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ശബ്ദകോലങ്ങൾ നഗരമധ്യേ വെളിപ്പെട്ടു. പ്രിയരെ, ദൈവസന്നിധിയിൽ വെളിപ്പെടുന്ന ഓരോ ആരാധനയുടെ ഘോഷങ്ങളും ആരാധന ശബ്ദങ്ങളും ഹോശന്നയുടെ സ്തുതി സ്തോത്രങ്ങളെല്ലാം വിലപ്പെട്ടതാണ്. നഗരമധ്യത്തിൽ വന്നിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണെന്നും ജനഹൃദയങ്ങളിൽ ബോധ്യമായപ്പോൾ അവർ കൊടുത്തത് ആരാധനയാണ്, അവർ കൊടുത്തത് ആർപ്പുവിളിയാണ്, അവർ കൊടുത്തത് സ്തുതികളാണ്. അവർക്ക് എങ്ങനെയൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നോ ആ വിധത്തിലേക്ക് ജനം ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നസറനായ യേശുക്രിസ്തു നഗരമധ്യത്തിൽ വന്നപ്പോൾ അവർ ആർത്തു വിളിച്ചെന്ന വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്. കാരണം അവർക്ക് ശബ്ദങ്ങൾ ഏത് വിധത്തിൽ എടുക്കാൻ പറ്റുന്നോ ആ വിധത്തിൽ എടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ആർപ്പിട്ടു, സ്തുതികൾ അർപ്പിച്ചു, സ്തോത്രങ്ങൾ അർപ്പിച്ചു, ഹോസന്ന പാടി അവരുടേതായ രീതിയിൽ അവർക്ക് എന്തൊക്കെ ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്നോ ആ വിധത്തിലൊക്കെ അവർ
ആർപ്പുവിളിയുടെയും സ്തുതിയുടെയും സ്തോത്രത്തിന്റെ ഘോഷങ്ങൾ നഗരമധ്യേ വെളിപ്പെട്ടു. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെയും, ആരാധന കൊടുക്കുമ്പോൾ, സ്തുതികൾ കൊടുക്കുമ്പോൾ, നിങ്ങളുടെ വീട്ടിലായിക്കൊള്ളട്ടെ, ചർച്ചിലായിക്കൊള്ളട്ടെ, ഒരു കൺവെൻഷൻ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പവർ മീറ്റിംഗ് ആയിക്കൊള്ളട്ടെ, ഏത് വിധത്തിലാണോ ദൈവസന്നിധിയിൽ ആരാധന കൊടുക്കുന്നത്, സ്തുതികൾ അർപ്പിക്കുന്നത്, ഹോസന്ന പാടുന്നത്, അത് ആർപ്പുവിളിയുടെയും സന്തോഷത്തിന്റെയും ഘോഷമായി മാറണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നീതിമാന്മാരുടെ കൂടാരത്തിലാണ്, നീതിമാന്മാരുടെ മധ്യത്തിലാണ് ആർപ്പവിളിയും സ്തുതി സ്തോത്രങ്ങളുടെയും ഉയർച്ച വരുന്നത്, സൗണ്ട് വെളിപ്പെട്ടു വരുന്നത്. പ്രൈസ് ഗോഡ്. യേശു കർത്താവ് നഗരത്തിലൂടെ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നെന്നറിഞ്ഞപ്പോൾ ജനത്തിന് ആർപ്പ് വിളിക്കാൻ, ആരാധന കൊടുക്കാൻ, ഹോസന്ന പാടാൻ, സ്തോത്രം, ദൈവസന്നിധിയിൽ തങ്ങളുടേതായ വസ്ത്രങ്ങളെ വിരിച്ച് സ്തുതികൾ അർപ്പിക്കാൻ, മരത്തിന്റെ കൊമ്പുകൾ വെട്ടികിട്ട് അവനിലുള്ള സ്നേഹപ്രകടനങ്ങൾ അർപ്പിക്കാൻ ജനം അതിനു വേണ്ടി വേർതിരിക്കപ്പെട്ടു, സമർപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ. സ്തുതികളും സ്തോത്രങ്ങളും പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധി അർപ്പിക്കുമ്പോൾ നമ്മെ തന്നെ മറന്ന് ദൈവസന്നിധിയിൽ ആരാധിക്കാൻ തുടങ്ങിയാൽ, സ്തുതികൾ അർപ്പിക്കാൻ തുടങ്ങിയാൽ, സ്തോത്രങ്ങൾ അർപ്പിക്കാൻ തുടങ്ങിയാൽ, ഹോസന്ന പാടാൻ തുടങ്ങിയാൽ, നമ്മുടെ ക്ലൈമറ്റിനെ, നമ്മുടെ സിറ്റുവേഷനെ മാറ്റി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ആമേൻ. അത് നഗരമധ്യേ വെളിപ്പെട്ടു. യേശു വരുമ്പോൾ ജനത്തിന് ഇളക്കമുണ്ടാകും. യേശു വരുമ്പോൾ ജനത്തിന് സ്തുതികൾ അർപ്പിക്കാനുള്ള ആവേശമുണ്ടാകും. യേശു വരുമ്പോൾ ജനത്തിന് സന്തോഷിക്കാനുള്ള സിറ്റുവേഷൻ നമ്മളെ വെളിപ്പെടും. കാരണം സന്തോഷത്തിൻ്റെയും ഉല്ലാസവും ഒരു നീതിമാന്മാരുടെ പക്ഷത്ത് ഉള്ളത് കൊണ്ട് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, ഒരു നീതിമാന്റെ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ഉല്ലാസവും സന്തോഷവും വെളിപ്പെടുന്നത് ക്രിസ്തു വെളിപ്പെടുമ്പോഴാണ്, യേശു വെളിപ്പെടുമ്പോഴാണ്. നഗരത്തിൽ യേശു വെളിപ്പെട്ടെന്നറിഞ്ഞപ്പോൾ, യേശു വന്നെന്നറിഞ്ഞപ്പോൾ നഗരത്തിൻ്റെ അകത്ത് ഉല്ലാസമുണ്ടായി, ഘോഷമുണ്ടായി, ആർപ്പുവിളി ഉണ്ടായി. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് യേശു വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത്, കുടുംബത്തിന്റെ അകത്ത് യേശു വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ മഹത്വവും യേശുവിന്റെ സ്നേഹവും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവിടെ ഉല്ലാസത്തിന്റെയും സന്തോഷത്തിന്റെയും ആർപ്പുവിളി ഉണ്ടാകും. പ്രൈസ് ഗോഡ്. അതവിടെ വെളിപ്പെട്ടു. യേശു അങ്ങനെ നഗരത്തിൽ കൂടി സഞ്ചരിച്ച് ജനത്തിന്റെ ആരാധനയൊക്കെ സ്വീകരിച്ച് നഗരത്തിൽ കൂടി പോയത് ദേവാലയത്തിലേക്കാണ്. സ്തോത്രം. കർത്താവിനെ സ്തുതിക്കുന്ന, കർത്താവിനെ പാടുന്ന, കർത്താവിനെ ആരാധിക്കുന്ന ദേവാലയത്തിലേക്ക് ചെന്നു. ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ദേവാലയത്തിൽ യേശു കാണുന്ന കാഴ്ച ആരാധനയല്ല, സ്തുതിയല്ല, സ്തോത്രങ്ങളൊന്നുമല്ല. നഗരത്തിൽ സ്തുതികളും സ്തോത്രങ്ങളും ആർപ്പുവിളിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ യേശു കർത്താവ് ദേവാലയത്തിൽ വന്നപ്പോൾ ആലയത്തിൻ്റെ അകത്ത് യേശു കാണുന്ന കാഴ്ച, ആലയത്തിൽ വിൽക്കുന്നവരെയും പൊൻവാണിഭക്കാരുടെ മേശകളെയും, ഹല്ലേലൂയ, അവിടെ പക്ഷികളെ വിൽക്കുന്ന ആൾക്കാരെയും വിൽപ്പനക്കാരെയുമാണ് കർത്താവ് കാണുന്നത്. പ്രിയരെ, നഗരത്തിൻ്റെ അകത്ത് അവർക്ക് യേശുവിനുള്ള ആരാധന പ്രകടമായി. പക്ഷെ നിരന്തരം ആരാധന മുഴങ്ങേണ്ട ആലയത്തിൻ്റെ അകത്ത് വിൽപ്പനയാക്കി മാറ്റി, കച്ചവടമാക്കി മാറ്റി. പൊൻവാണിഭക്കാരെയും ആടുമാടുകളെ വിൽക്കുന്നവരെയും ആലയത്തിൻ്റെ അകത്ത് കണ്ടു. ആലയം ഒരു വിൽപ്പനശാലയാക്കി മാറ്റി. യേശുവിന് ഇത് കണ്ടപ്പോൾ യേശുവിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. യേശുവിൻ്റെ ദേഷ്യ മനോഭാവം, ആരാധനകളും സ്തുതികളും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ആലയത്തിൻ്റെ അകത്ത് നിന്നും കാണുന്ന കാഴ്ച, യേശു ഇത് കാണുമ്പോൾ യേശുവിന് ഇവരെ പുറത്താക്കണമെന്നുള്ളൊരു മനോഭാവം, ഇവരെ വിൽപ്പന, ഇവരെ കച്ചവടം ഇല്ലാതാക്കണം, ആലയത്തിൻ്റെ അകത്തുള്ള കച്ചവടത്തെ ഇല്ലാതാക്കണമെന്നുള്ള ദൈവിക ഇടപെടലുകൾ യേശുവിനുണ്ടായി. സ്തോത്രം. പക്ഷെ നഗരത്തിന് ഇതല്ല വെളിപ്പെട്ടത്. നാനാജാതിക്കാരും നാനാവിഭാഗക്കാരും നാനാഭാഷക്കാരും താമസിക്കുന്ന നഗരത്തിൻ്റെ അകത്ത് ആരാധന വെളിപ്പെട്ടപ്പോൾ നിരന്തരം ആരാധനകളും മുഴങ്ങേണ്ട, നാനാജാതിക്കാരും വന്ന് ആരാധിക്കേണ്ട ആലയത്തിൻ്റെ അകത്ത് കണ്ടത് കച്ചവടമാണ്. പ്രൈസ് ഗോഡ്. യേശു
വിൽക്കുന്നവരെ മേശകളെ മറിച്ചിട്ട് കളഞ്ഞ് അവരോട് പറഞ്ഞത്. മത്തായി എഴുതിയ സുവിശേഷം 21 13 യേശു അവരെ നോക്കി പറയുകയാണ്, എൻ്റെ ആലയം പ്രാർത്ഥന ആലയം എന്ന് വിളിക്കപ്പെടും. പ്രൈസ് ഗോഡ്. പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ആലയം, ആരാധനകൾ മുഴങ്ങേണ്ട ദൈവത്തിൻ്റെ ആലയം, ഹോശന്ന പാടി സ്തുതിക്കേണ്ട ദൈവത്തിൻ്റെ ആലയം, ആർപ്പുവിളിയുടെയും ഉല്ലാസത്തിൻ്റെ ഘോഷം ദൈവസന്നിധിയിൽ എത്തേണ്ട ദൈവ ആലയത്തിൻ്റെ അകത്ത് ഒരു കച്ചവടശാലയാണ് കണ്ടത്. പ്രൈസ് ഗോഡ്. യേശു അവരെ നോക്കി പറയുകയാണ്, എൻ്റെ ആലയം, വിശുദ്ധന്മാർ സ്തുതിക്കുന്ന ആലയം, പ്രാർത്ഥനക്കാർ വന്നുകൂടുന്ന ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. പക്ഷെ ഇപ്പോൾ ഞാൻ കാണുന്നത് കള്ളന്മാരുടെ ഗുഹയാണ്. പ്രൈസ് ഗോഡ്. പ്രിയരെ, ആരാധനാലയങ്ങളൊക്കെ കള്ളന്മാരുടെ ഗുഹകളാക്കി ഈ തലമുറകൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ നോക്കി പരിശുദ്ധാത്മാവാം ദൈവം പറയുന്നു, ആലയം ഒരു പ്രാർത്ഥന ആലയം എന്ന് വിളിക്കപ്പെടണം. പ്രൈസ് ഗോഡ്. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾ ദൈവത്തിന്റെ ആലയം, 1 കൊരിന്ത്യർ 13:16, നിങ്ങൾ ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പ്രൈസ് ഗോഡ്. അപ്പൊ ആലയമാകുന്ന നമ്മളിൽ സ്തുതികളും സ്തോത്രങ്ങളും സന്തോഷങ്ങളും ആർപ്പുവിളിയും ദൈവസന്നിധിയിൽ അടുപ്പവും ഉണ്ടെങ്കിൽ മാത്രമേ ലൈഫ് സക്സസ് ആകത്തുള്ളൂ, ലൈഫ് ഒരു അനുഗ്രഹമായി മാറത്തുള്ളൂ. യേശു കർത്താവ് വിൽക്കുന്നവരെ നോക്കി പറയുകയാണ്, എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്, ഇത് നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. പ്രൈസ് ഗോഡ്. യേശു കള്ളന്മാരുടെ ഗുഹയെ, കള്ളന്മാരുടെ ആലോചനയെ, കള്ളന്മാരുടെ നിഗമനത്തെ, കള്ളന്മാരുടെ പ്രവൃത്തിയെ യേശു ആലയത്തിൽ നിന്നും പുറത്താക്കി. പ്രൈസ് ഗോഡ്. നഗരത്തിൽ കൂടി ജനങ്ങൾ യേശുവിനെ തിക്കിലും തിരക്കിലും പെട്ട് ഹോസന്ന പാടി ക്ഷീണാവസ്ഥയിൽ യേശു കർത്താവ് ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ആലയത്തിൻ്റെ അകത്ത് കാണുന്നത് വൃത്തികെട്ടമായ, ശൂന്യമാകുന്ന, ആർക്കും കാണുവാൻ മടിക്കുന്ന തരത്തിലുള്ള ഒരു വിൽപ്പനശാലയാക്കി ആലയത്തെ മാറ്റിയപ്പോൾ യേശു ആലയത്തിൻ്റെ അകത്ത് വിൽക്കുന്നവരെ യേശു പുറത്താക്കി. പ്രൈസ് ഗോഡ്. നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി ആലയത്തെ വേർതിരിച്ചു, കള്ളന്മാരുടെ ശാലയാക്കി ആലയത്തെ മാറ്റി. ഹല്ലേലൂയ. ഈ തലമുറയിലും ആരാധനാലയത്തെ, ആരാധനകളെ കള്ളന്മാരുടെ ഗുഹകളാക്കി പിശാച് തേർവളയാട്ടം നടത്തുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എന്നെയും നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടി പറയുന്നത്, എൻ്റെ ആലയം കള്ളന്മാരുടെ ഗുഹയല്ല, പിശാചിന്റെ തേർവളയാട്ടം നടത്തുന്ന പിശാചിന്റെ കോമാളിയാകുന്ന ഒരു കൂട്ടത്തെയല്ല, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. പ്രൈസ് ഗോഡ്. ഈ തലമുറയിൽ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. കള്ളന്മാരുടെ ഗുഹകളെ പരിശുദ്ധാത്മാവ് പൊളിച്ചു കളഞ്ഞു. യേശു കർത്താവ് അത് പൊളിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പ്രാർത്ഥന നിറഞ്ഞു നിൽക്കുന്ന ആലയത്തെ, ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ആലയത്തെ, ദൈവകൃപ നിറഞ്ഞു നിൽക്കുന്ന ആലയത്തെ പല നാനാ വിവാഹക്കാരും ദൈവസന്നിധിയിൽ ആരാധന കൊടുക്കുന്ന ആലയത്തിൻ്റെ അകത്ത് കള്ളന്മാർ കയറി വിൽപ്പനശാലയാക്കി പൊൻവാണിഭക്കാരെ മുഴുവനും കർത്താവ് പുറത്താക്കി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശു കർത്താവ് അവരെയെല്ലാം പുറത്താക്കിയപ്പോൾ, ഹല്ലേലൂയ, യേശുവിൻ്റെ അടുക്കിലേക്ക് മുടന്തന്മാരും കുരുടന്മാരും നാനാവിധ രോഗികളും യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. പ്രിയരെ, യേശു കർത്താവ് നഗരത്തിൽ വന്നപ്പോൾ അവൾ ഹോസന്ന പാടി. യേശു കർത്താവ് ആലയത്തിൽ വന്നപ്പോൾ അതൊരു വിൽപ്പനശാലയാക്കി മാറ്റി. കള്ളന്മാര് കയറി. യേശു കർത്താവ് കള്ളന്മാരെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, മുടന്തന്മാരും കുരുടന്മാരും ചെകിടന്മാരും നാനാവ്യാധികൾപ്പെട്ടവരും യേശുവിൻ്റെ അടുക്കൽ വന്നു. പ്രൈസ് ഗോഡ്. ആലയത്തിൽ യേശുവിൻ്റെ അടുക്കൽ നാനാവിധ വ്യാധിക്കാരും പ്രശ്നക്കാരും ദുഃഖം അനുഭവിക്കുന്നവരൊക്കെ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, യേശു അവരെ അത്ഭുതം കൊണ്ട് സൗഖ്യപ്പെടുത്തി, യേശു അവരെ ഗുണപ്പെടുത്തി, യേശു അവരെ സന്തോഷിപ്പിച്ചു, യേശു അവരെ രോഗികളിൽ നിന്നും അവരെ ഹല്ലേലൂയ വിമുക്തനാക്കി മാറ്റി, സൗഖ്യമാക്കി മാറ്റി. പ്രിയരെ, ആലയത്തിൻ്റെ അകത്ത്
വല്ലാത്തൊരു ക്ലൈമറ്റിൻ്റെ അകത്ത് ആലയത്തെ മൂടപ്പെട്ട അസ്വസ്ഥതകൾ അവിടെ നിറഞ്ഞു നിൽക്കുമ്പോൾ യേശു അതിൽ നിന്നെല്ലാം അവരെ പുറത്താക്കി കളഞ്ഞപ്പോൾ, ആ മൂടുപടത്തെ നീക്കിക്കളഞ്ഞപ്പോൾ, വിൽപ്പനശാലക്കാരെ അവിടുന്ന് നീക്കിക്കളഞ്ഞപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് രോഗികൾ വന്നു. പ്രിയരേ, ഹല്ലേലൂയ. യേശുവിൻ്റെ അടുക്കിലേക്ക്, യേശുവിൻ്റെ സന്നിധിയിൽ ആമേൻ വരാൻ കഴിയാത്ത വിധത്തിൽ തടഞ്ഞു നിർത്തുന്ന ഏതെങ്കിലും ക്ലൈമറ്റുകൾ നമ്മുടെ ജീവിതത്തിലോ ആലയമായി, ശുശ്രൂഷയുമായി, ജീവിതവുമായി, യാത്രയുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തുടച്ചു നീക്കിക്കൊണ്ട്, അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് ആമേൻ ദുഃഖം അനുഭവിക്കുന്നവർ, വേദന അനുഭവിക്കുന്നവർ, രോഗികളായുള്ളവർ, ഭൂതഗ്രസ്തരേക്ക് യേശുവിൻ്റെ അടുക്കിലേക്ക് സ്വാധീനിക്കത്തക്ക നിലയിലുള്ള ഒരു അന്തരീക്ഷത്തെ ക്രമപ്പെടുത്തി കൊടുക്കുന്നുവെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും, സൗഖ്യങ്ങൾ നടക്കും. ഹല്ലേലൂയ. ജനം മാനസാന്തരത്തിലേക്ക് വരും. ഹല്ലേലൂയ. ആലയത്തെ വിൽപ്പനശാലയാക്കി കള്ളന്മാർ അതിൻ്റെ ഗുഹയാക്കി മാറ്റിക്കളഞ്ഞുകൊണ്ട് അതിൻ്റെ അന്തരീക്ഷത്തെ വേലാത്ത നിലവാരത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് ഉണ്ടായിരുന്ന ക്ലൈമറ്റിനെ യേശു കർത്താവ് പുറത്താക്കിയപ്പോൾ വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു, നാനാവിധ രോഗികളും യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവരെ സൗഖ്യപ്പെടുത്തി. പ്രൈസ് ഗോഡ്. യേശു അവരെ ഗുണപ്പെടുത്തി. യേശു അവരെ അത്ഭുതം കൊണ്ട് നിറച്ചു. യേശുവിന് കൊടുക്കേണ്ട ആരാധനകളും, യേശുവിന് കൊടുക്കേണ്ട സ്തുതികളും, യേശുവിന് കൊടുക്കേണ്ട മഹത്വവും ആലയത്തിൻ്റെ അകത്തു വെച്ച് തന്നെ അതിനെ ഇല്ലാതാക്കാൻ കച്ചവടക്കാർ ശ്രമിച്ചപ്പോൾ യേശു അവരെ പുറത്താക്കി. ഹല്ലേലൂയ. അവരെ പുറത്താക്കിയപ്പോൾ നാനാവിധ വ്യാധിക്കാരും യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവരെ സൗഖ്യപ്പെടുത്തി. പ്രൈസ് ഗോഡ്. യേശുവിൻ്റെ അടുക്കിലേക്കും യേശുവിൻ്റെ സന്നിധിയിലേക്കും തടസ്സം നിൽക്കുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ക്ലൈമറ്റുകളോ സ്വഭാവങ്ങളോ ഏതെങ്കിലും കച്ചവടശാലകളോ ജീവിതത്തിൻ്റെ അകത്ത് വന്നുപോയെങ്കിൽ അതിനേക്ക് ഇന്ന് രാത്രി മെസ്സേജ് കേൾക്കുമ്പോൾ പുറത്താക്കിയിട്ട് യേശുവിൻ്റെ സന്നിധിയിലേക്ക് വരുവാനുള്ള, യേശുവിൻ്റെ സന്നിധിയിലേക്ക് അവൻ ഓടിക്കയറുവാനുള്ള ഒരു വഴിയെ നമ്മൾ ഒരുക്കി കൊടുക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതകരമായി മാറും. പ്രൈസ് ഗോഡ്. മരുഭൂമിയിൽ യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, സർപ്പസന്തതികളെ, ഹല്ലേലൂയ, വരുവാനുള്ള കോപത്തെ നിങ്ങൾ ഒഴിയണം. ഒരുവൻ വരുന്നുണ്ട്, അവന്റെ പേര് കർത്താവായ യേശുവെന്നാണ്. അവന് നിങ്ങൾ ആരാധന കൊടുക്കണം, അവന് നിങ്ങൾ സ്തുതികൾ അർപ്പിക്കണം, അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടതെന്ന് മാനസാന്തരത്തിന്റെ ശുശ്രൂഷയെ മരുഭൂമിയിൽ വെളിപ്പെട്ടപ്പോൾ, മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു കൂട്ടം ജനം മരുഭൂമിക്കകത്ത് വന്നുകൂടി. തടസ്സങ്ങളെ നീക്കിക്കൊണ്ടുള്ളൊരു മിനിസ്ട്രി, തടസ്സങ്ങളെ മാറ്റിക്കൊണ്ടുള്ളൊരു മെസ്സേജ് യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ഗലീലയിൽ നിന്നൊക്കെ ആള് വന്നു. ചുറ്റുമുള്ള ദേശത്തു നിന്ന് അവൻ യേശുവിനെ കാണുവാൻ ജനം വന്നു. ഈ നല്ല മെസ്സേജ് കേൾക്കുവാൻ ജനം വന്നു. ആലയത്തിൻ്റെ അകത്തു സ്തുതികളും സ്തോത്രങ്ങളും അർപ്പിക്കേണ്ട ആ അന്തരീക്ഷത്തെ കച്ചവടശാലയാക്കി അതിനെ ഇല്ലാതാക്കിയപ്പോൾ യേശു അതിനെ നീക്കി. പ്രൈസ് ഗോഡ്. പിന്നെയാണ് രോഗികൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. യേശു അവർക്ക് സൗഖ്യം കൊടുത്തു. സൗഖ്യം യേശു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും നീരസപ്പെട്ടു എന്ന വിശുദ്ധ തിരുവെഴുത്ത്. യേശു അത്ഭുതത്തെ കൊടുത്തപ്പോൾ, ആലയം കച്ചവടശാലയാക്കി മാറ്റിയപ്പോൾ പുരോഹിതന്മാർക്ക് വിഷയമല്ല, ശാസ്ത്രിമാർക്ക് വിഷയമല്ല. പ്രൈസ് ഗോഡ്. ഇന്നും അങ്ങനെയാ. തല്ലിപ്പൊളിയായിട്ട് നടന്നാൽ ആർക്കും ഒരു കുഴപ്പമില്ല. തല്ലിപ്പൊളി എന്ന് പേര് ദോഷത്തോടെയൊക്കെ അറിയപ്പെടും. പക്ഷെ ദൈവത്തെ അറിഞ്ഞു, യേശുവിനെ ആരാധിക്കാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ അവൻ പെന്തക്കോസിന്റെ അനുഭവത്തിൽ, പെന്തക്കോസ് കൂട്ടായ്മയിൽ ആരാധനയിലേക്ക് പോയെന്നറിഞ്ഞാൽ വീട്ടിൽ എതിർപ്പ്, നാട്ടിൽ എതിർപ്പ്, സമൂഹം എതിർപ്പ്, രാഷ്ട്രീയം എതിർപ്പ്, മതസംഘടനകൾ എതിർപ്പ്. പ്രൈസ് ഗോഡ്. എന്നാൽ അവൻ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ മദ്യപിച്ചോ ലഹരിക്കോ അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ ഇവർക്കാർക്കും വിഷയമല്ല. ഇവനൊരു നല്ല സ്വഭാവം എടുത്ത് നല്ല സ്വഭാവത്തിലേക്ക് പോയെന്നറിഞ്ഞാൽ മൊത്തം പിന്നെ എതിർപ്പാ. പ്രൈസ് ഗോഡ്. അത് അന്ന് തൊട്ട് തുടങ്ങി എതിർപ്പാ. ആലയത്തിൻ്റെ അകത്ത് കർത്താവ് സൗഖ്യമാക്കിയെന്നറിഞ്ഞപ്പോൾ
അത്ഭുത ശുശ്രൂഷകൾ നടത്തിയെന്നറിഞ്ഞപ്പോൾ സ്തോത്രം, മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും വല്ലാത്ത ഒരു അസൂയ, വല്ലാത്തൊരു പിണക്കം. ആരോട്? കർത്താവായ യേശു കർത്താവിനോട്. പ്രൈസ് ഗോഡ്. പ്രിയരെ, ഈ വരുന്ന അല്ലെങ്കിൽ ഈ കർത്താവിനെ ആരാധിക്കുന്ന ഇന്ന് കേരളത്തിൽ 25 ലക്ഷത്തിലധികം ജനം കർത്താവിനെ പാടി സ്തുതിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഇവരുടെയൊക്കെ മുൻകാല ജീവിതം എടുത്ത് നമ്മളൊന്ന് ചോദിച്ചാൽ, പ്രൈസ് ഗോഡ്, ആർക്കും വേണ്ടാത്തതായിരുന്നു. ആമേൻ. അവർ മദ്യത്തിലോ മയക്കുമരുന്നിലോ അല്ലെങ്കിൽ അസമാധാനം കൊണ്ടോ കുടുംബജീവിതത്തിലോ ഏതെങ്കിലും വിധത്തിലുള്ള തകർച്ചകൾ അനുഭവിച്ചവരാണ്. പക്ഷേ യേശുവിനെ അറിഞ്ഞെന്നറിഞ്ഞപ്പോൾ, യേശുവിനെ ആരാധിക്കുന്നു എന്നറിഞ്ഞപ്പോൾ മാനസാന്തരപ്പെട്ടു. അവർ ഇനി പാപം ചെയ്യാതെ നല്ല സമാധാനത്തിന് സന്തോഷത്തിന് ജീവിക്കണമെന്ന് അവർ തീരുമാനമെടുത്തു. യേശുവിൽ കൂടി ജീവിതം പോകണമെന്ന് തീരുമാനമെടുത്തപ്പോൾ അവരുടെ ജീവിതത്തിന്റെ അകത്ത് വന്ന പോരാട്ടം, ആമൻ ആമൻ ആമൻ, ദേശത്തു നിന്നും കുടുംബത്തിൽ നിന്നും ആമൻ സമൂഹത്തിൽ നിന്നുമാണ്. ഇത് തന്നെയാണ് കർത്താവിന് വന്നത്. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും യേശുവിനോട് നീരസപ്പെട്ടു, അസൂയപ്പെട്ടു, പിണക്കം അനുഭവിച്ചു. കാരണം ഇതുവരെയും അറിഞ്ഞിട്ടില്ലാത്തതും ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ശുശ്രൂഷ ആലയത്തിൻ്റെ അകത്ത് സംഭവിച്ചു. സൗഖ്യങ്ങൾ നടന്നു, അത്ഭുതങ്ങൾ നടന്നു, വിടുതലുകൾ നടന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ആലയത്തിൽ ഇപ്പോൾ സ്തുതികൾ അർപ്പിക്കാൻ തുടങ്ങി. ആർപ്പുവിളി ആലയത്തിൻ്റെ അകത്ത് മുഴങ്ങി. നേരത്തെ അങ്ങനെയല്ലായിരുന്നു. കച്ചവടശാലകളുടെ ഒരു ആർപ്പുവിളിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ യേശു അവരെ പുറത്താക്കിയപ്പോൾ, ജനം സൗഖ്യത്തിലേക്ക് വന്നപ്പോൾ, ജനം അത്ഭുതങ്ങളിലേക്ക് വന്നപ്പോൾ, വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു, ആലയത്തിന്റെ അകത്ത് സ്തുതികൾ മുഴങ്ങി, ആലയത്തിന്റെ അകത്ത് ആർപ്പുവിളി ഉണ്ടായി. ആമേൻ. ആലയത്തിന്റെ അകത്ത് ഹോശന്ന ഉണ്ടായി. ആമേൻ. നഗരത്തിൽ വെളിപ്പെട്ട സ്തുതി സ്തോത്രങ്ങൾ, നഗരത്തിൽ വെളിപ്പെട്ട ഹോസന്നയുടെ ആർപ്പുവിളികൾ ആലയത്തിന്റെ അകത്തു വന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശു കർത്താവ് ജനത്തെ വിടുവിച്ചപ്പോൾ, യേശു കർത്താവ് ജനത്തിന് സൗഖ്യം കൊടുത്തപ്പോൾ, ആമേൻ, ആലയത്തിൽ സ്തുതികൾ, സ്തോത്രങ്ങൾ ആമേൻ ആമേൻ മുഴങ്ങാൻ തുടങ്ങി. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, യേശു അവരോട്, സ്തോത്രം, ശിശുക്കളെയും മുല കുടിക്കുന്നവരുടെ വായിൽ നിന്ന് പുകഴ്ച ഒരുങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? നേരത്തെ ആലയം സ്തുതികളും സ്തോത്രങ്ങൾ കൊണ്ടും മുഴങ്ങേണ്ട ആലയത്തിന്റെ ഉൾഭാഗം കച്ചവടശാലയാക്കി ചിലർ അതിനെ മാറ്റിയപ്പോൾ യേശു അവരെ പുറത്താക്കി. സൗഖ്യത്തിന് വേണ്ടി, സ്തുതികൾക്ക് വേണ്ടി ജനം യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവർക്ക് സൗഖ്യം കൊടുത്തു, യേശു അവർക്ക് വിടുതൽ കൊടുത്തു. പ്രൈസ് ഗോഡ്. യേശു വിടുതൽ കൊടുത്തപ്പോൾ, യേശു വിടുതൽ കൊടുത്തപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും യേശുവിനോട് നീരസപ്പെട്ടപ്പോൾ, യേശുവിനോട് പിണക്കം ഉണ്ടായപ്പോൾ, യേശുവിനോട് അസൂയ പൂണ്ടപ്പോൾ, പ്രൈസ് ഗോഡ്, യേശു അവരെ നോക്കി പറയുകയാണ്, പ്രൈസ് ഗോഡ്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ വായിൽ നിന്ന് പുകഴ്ച ഒരുക്കിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർ ആലയത്തിന്റെ അകത്ത് നിൽക്കുന്നു, ശാസ്ത്രിമാർ വമ്പൻ ടീമുകൾ ആലയത്തിന്റെ അകത്ത് നിൽക്കുന്നു. ആലയത്തിൽ നിന്ന് മുഴങ്ങേണ്ട സ്തുതി സ്തോത്രങ്ങൾ ഇല്ലാതെയായി കച്ചവടശാലയുടെ ശബ്ദകോലാഹലങ്ങൾ ആലയത്തിന്റെ അകത്ത് മുഴങ്ങിയപ്പോൾ യേശു അവരോട് പറയേണ്ട മറുപടി യേശു ഇവരെ നോക്കി പറയുകയാണ്. ആലയത്തിന്റെ അകത്ത് കിടക്കുന്ന പുരോഹിതന്മാർ വലിയ പുരോഹിതൻ എന്ന് പറഞ്ഞ് നടിച്ചു കിടക്കുമ്പോൾ അതാ ശിശുക്കൾ പുറത്തു നിന്ന് വരുന്നു, മുല കുടിക്കുന്നവർ പുറത്തു നിന്ന് വരുന്നു. ആമേൻ. യേശുവിനെ കൂടുതലായി അറിയാത്തവർ, വചനം ഇതുവരെ ഗ്രഹിക്കാത്തവർ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശു അവരെ നോക്കി പറയാണ്, ശിശുക്കളുടെ വായിൽ, മുല കുടിക്കുന്നവരുടെ വായിൽ ഞാൻ പുകഴ്ച കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ സ്തുതികൾക്ക്, ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ സ്തുതിക്കത്തക്ക നിലയിലുള്ള ജനത്തെ ഞാൻ പുറത്തു നിന്ന് കൊണ്ടുവരും.
പ്രൈസ് ഗോഡ്. സൗഖ്യം കൊടുത്തവർ, ഹല്ലേലൂയ, അത്ഭുതം കണ്ടവർ, അത്ഭുതത്തെ സ്വീകരിച്ചവർ ദൈവത്തിന് ആരാധന കൊടുത്തു, ദൈവത്തിന് സ്തുതി കൊടുത്തു. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവദാസൻ, എന്നെ ശബ്ദം കേൾക്കുന്ന ദൈവവിശ്വാസിയെ, ഹല്ലേലൂയ, നമ്മുടെ വായിൽ, നമ്മുടെ നാവിൽ എപ്പോഴും ദൈവത്തിന് സ്തുതികൾ കൊടുക്കണം, ആരാധന കൊടുക്കണം. ഹല്ലേലൂയ, ആമേൻ. യേശു കർത്താവ് അത്ഭുതത്തെ കൊടുത്തപ്പോൾ, യേശു കർത്താവ് സൗഖ്യത്തെ കൊടുത്തപ്പോൾ, യേശു കർത്താവ് അത്ഭുതത്തെ ജനത്തിന് വേണ്ടി കൊടുത്തപ്പോൾ യേശു പറയാണ്, ശിശുക്കൾ വന്നിരിക്കുന്നു, മുല കുടിക്കുന്നവർ വന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇവർ ചെറിയ തോതിൽ യേശുവിനെ അറിഞ്ഞു വന്നിട്ടേ ഉള്ളൂ. പക്ഷെ അവരുടെ വായി ഞാൻ പുകഴ്ച കൊടുക്കും. ദൈവം സത്യമാണെന്നും ഈ ദൈവത്തെ മാത്രം ആരാധിക്കാവുന്നും ഈ ദൈവ സ്തുതികൾക്ക് യോഗ്യനാകുന്നു എന്നുമുള്ള പുകഴ്ച ഈ ശിശുക്കളായി വന്നവർ, മുല കുടിക്കുന്നവർ, ആദ്യമായി യേശുവിനെ അംഗീകരിക്കുന്നവർ, ഇവരുടെ വായിൽ കർത്താവ് കൊടുക്കുമെന്നാണ് ഇവരെ നോക്കി പരിശുദ്ധാത്മാവാം ദൈവം പറഞ്ഞത്. പ്രൈസ് ഗോഡ്. യേശു അവിടെ ആരാധനയ്ക്ക് വന്നു. ആരാധന അവിടെ ഇല്ലായിരുന്നു. കച്ചവടക്കാരെ പുറത്താക്കി. പക്ഷെ അവിടെ ആരാധന വെളിപ്പെട്ടു, അത്ഭുതങ്ങൾ വെളിപ്പെട്ടു, സ്തുതികൾ വെളിപ്പെട്ടു, ആർപ്പുവിളി വെളിപ്പെട്ടു. എല്ലാ ക്ലൈമറ്റുകളും, ദൈവത്തിന് കൊടുക്കേണ്ട ക്ലൈമറ്റുകളെല്ലാം, ദൈവത്തിന് കൊടുക്കേണ്ട അന്തരീക്ഷമെല്ലാം, ജനമെല്ലാം ഓടി വന്ന് ആരാധനയ്ക്ക് കൊടുക്കേണ്ട സകല മഹത്വവും കർത്താവിന് കൊടുത്തു. യേശു അന്ന് രാത്രി ബെഥേനയിൽ പാർത്തു. ഇനിയാണ് നമ്മൾ വായിച്ചു കേട്ട വചനത്തിൽ കൂടി ഒന്ന് കടക്കാൻ പോകുന്നത്. യേശു ബെഥാനിയിൽ പാർത്തിട്ട് പിറ്റേ ദിവസം നടക്കുകയാണ്, പിറ്റേ ദിവസം പോവുകയാണ്. പ്രിയരെ, യേശുവിൻ്റെ ശുശ്രൂഷ നോക്കി. യേശു കർത്താവ് കഴുതക്കുട്ടിപ്പുറത്ത് നഗരത്തിൽ വരുന്നു. ജനമെല്ലാം സ്തുതികളും സ്തോത്രങ്ങളും ആർപ്പുവിളിയും കൊണ്ട് യേശു കർത്താവിനെ പൊതിയുന്നു. യേശുവിന് അന്നത്തെ ആ നഗരമധ്യയിലുള്ള ശുശ്രൂഷയ്ക്ക് റെസ്റ്റില്ല. അന്ന് തൊട്ട് ക്ഷീണമായി. യേശു ഒരു റെസ്റ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ യേശു ആലയത്തിൽ പുരോഹിതന്മാർ ശുശ്രൂഷ അനുഭവിക്കാൻ വേണ്ടിയോ എന്തിനോ യേശു ആലയത്തിൽ വന്നു. പക്ഷെ ആരാധനയ്ക്കോ സ്തുതികൾക്കോ പുരോഹിതന്മാർ ശുശ്രൂഷ കാണുവാനോ വന്ന യേശു ആലയത്തിൽ കണ്ടത് ആരാധനയല്ല, പുകഴ്ചയല്ല, സ്തുതികളല്ല, സ്തോത്രങ്ങളല്ല, ദൈവത്തിനോടുള്ള ആർപ്പുവിളിയല്ല. അവിടെ ഒരു വല്ലാത്ത ക്ലൈമറ്റ്, കച്ചവടം. യേശു കർത്താവ് അതിൽ നിന്നും അവരെ വിമർശിച്ച് ദേഷ്യപ്പെട്ട് അവരെ ആലയത്തിൽ നിന്ന് പുറത്തു കളഞ്ഞു. യേശുവിന് അന്നും റെസ്റ്റില്ല. അവരെ പുറത്താക്കിയതിനു ശേഷം നാനാവിധ രോഗികൾ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവരെ സൗഖ്യപ്പെടുത്തി. യേശുവിന് കൊടുക്കേണ്ട അവർ കൊടുത്തു. ആ സമയത്തിനും യേശു റെസ്റ്റില്ല. യേശു സൗഖ്യങ്ങളും യേശു അത്ഭുതങ്ങൾ ചെയ്തതിനു ശേഷം അന്ന് രാത്രി കുറച്ച് ടൈം അവിടെ റെസ്റ്റ് എടുത്തു. പിറ്റേ ദിവസം ബെഥാനിയിൽ കൂടി, ഒരു നഗരത്തിൽ കൂടി മടങ്ങി പോകുമ്പോൾ യേശുവിന് വിശന്നു. പ്രൈസ് ഗോഡ്. രാത്രി മുഴുവനും ശുശ്രൂഷ, നഗരത്തിൽ പകൽ മുഴുവനും ശുശ്രൂഷ, അത്ഭുത ശുശ്രൂഷ കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് പിറ്റേ ദിവസം രാവിലെ യേശു കർത്താവ് നഗരത്തിൽ കൂടി പോകുമ്പോൾ വഴിയരികെ ഒരു അത്തി നിൽക്കുന്നു. പ്രൈസ് ഗോഡ്. കണ്ടാൽ നല്ല ഫലം ഉണ്ടെന്ന് തോന്നുമാറൊരു അത്തി. അതിൻ്റെ ഇലകൾ നല്ല പച്ച പുതച്ച് തന്നെ നിൽക്കുന്നു. പ്രൈസ് ഗോഡ്. യേശു കർത്താവ് ഫലമുണ്ട്, വിശന്നിരിക്കുകയാണല്ലോ, ഫലമുണ്ടെന്നറിഞ്ഞ് കൊണ്ട് യേശു കർത്താവ് അത്തിയുടെ ചുവട്ടിൽ പോയി. യേശു കർത്താവ് അരികെ ചെന്നപ്പോൾ ഫലമുണ്ടായിരുന്നില്ല. ദൂരക്കാഴ്ചയ്ക്കകത്ത് ഫലമായിരുന്നു. ഇല കൊണ്ട് മുഴുവനും പൊതിഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ അടുത്ത് ചെന്നപ്പോൾ അത്തിയിൽ ഫലമില്ല. യേശു ഉടനെ ഈ അത്തിയെ നോക്കി പറയുകയാണ്, ഇനി ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആ അത്തിമരം ഉണങ്ങിപ്പോയി. അടുത്ത് നിന്ന ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. പ്രൈസ് ഗോഡ്. പ്രിയരെ, വലിയൊരു ശുശ്രൂഷയുടെ സമയം സ്പെൻഡ് ചെയ്ത യേശു വരുന്നത്. നഗരത്തിൽ ശുശ്രൂഷ, ആലയത്തിൽ ശുശ്രൂഷ. ഹാലമേൻ, ആമേൻ. പിറ്റേ ദിവസം രാവിലെ ബെഥാനിയിൽ നിന്നും പുറപ്പെടുന്നു. രാത്രി ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ ആയപ്പോൾ യേശുവിന് വിശന്നു.
ഫലമുണ്ടെന്നറിഞ്ഞ അത്തിയുടെ ചുവട്ടിൽ പോയി. അവിടെ അതിൽ ഫലം ഉണ്ടായിരുന്നില്ല. യേശു ഉടനെ അത്തിയെ നോക്കി പറയുകയാണ്, ഇനി നീ ഒരിക്കലും ഫലം ഉണ്ടാകാതിരിക്കട്ടെ. എന്തിനാണ് പ്രിയരെ യേശു ആ സമയം അത്തിയെ നോക്കി അങ്ങനെ പറഞ്ഞത്? പ്രൈസ് ഗോഡ്. പ്രിയരെ, ആ യേശു പോകുന്ന സമയം അത്തിപ്പഴത്തിൻ്റെ സീസണാണ്. പ്രൈസ് ഗോഡ്. അത്തിപ്പഴം ഉണ്ടാകേണ്ട ടൈമാണ്. പ്രൈസ് ഗോഡ്. പക്ഷേ യേശു പോയപ്പോൾ, യേശു അത്തിയുടെ ചുവട്ടിൽ പോയപ്പോൾ, യേശു അത്തിയെ നോക്കിയപ്പോൾ അത്തിയിൽ ഫലം കണ്ടില്ല. പ്രൈസ് ഗോഡ്. പ്രിയരെ, ദൈവസന്നിധി നമ്മൾ വന്നു, കർത്താവിനെ ഇത്ര വർഷക്കാലം കർത്താവിനെ ആരാധിക്കുന്നു, ഇതുവരെയും നമ്മിൽ നിന്നൊരു ഫലം പുറത്തു വന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, ഇതുവരെ നമ്മിൽ നിന്നൊരു ആത്മീയ ഫ്രൂട്ട്സ് പുറത്തു വന്നില്ലെങ്കിൽ, ആത്മീയ കാഴ്ചപ്പാട് പുറത്തു വന്നില്ലെങ്കിൽ, ഒരു ആത്മീയ ശുശ്രൂഷ നമ്മിൽ നിന്നും പുറത്തു വന്നില്ലെങ്കിൽ, ഒരു ആത്മീയ കാഴ്ചപ്പാട് നമ്മിൽ നിന്നും പുറത്തു വന്നില്ല എങ്കിൽ പ്രിയരെ, നമ്മളിങ്ങനെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മുരടിച്ചു പോകത്തുള്ളൂ. പ്രൈസ് ഗോഡ്. യേശു ആ സമയം അത്തിയെ നോക്കി പറഞ്ഞതിൻ്റെ കാരണം, ഹല്ലേലൂയ, സ്തുതികൾക്കും ആരാധനകൾക്കും യോഗ്യനായ കർത്താവിനെ ഒരു കൂട്ടം ജനം നഗരത്തിൽ വെച്ച് ആരാധിച്ചതാണ്. തന്നിലൂടെ അത്ഭുതങ്ങളും അത്ഭുത ശുശ്രൂഷകളും അനുഭവിച്ചതാണ്. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും യേശുവിന് എതിരെ നീരസപ്പെട്ട് മാറി നിന്നത് യേശു കണ്ടതാണ്. ഇതിനൊക്കെ മറുപടി കൊടുത്തിട്ട് യേശു പിറ്റേ ദിവസം രാവിലെ ബഥാനിയിൽ നഗരത്തിൽ കൂടി സഞ്ചരിച്ചപ്പോൾ അത്തിയുടെ സീസൺ, ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്ന സീസൺ, ഫലം ഉളവാകേണ്ട ടൈമിൽ അത്തിയുടെ ചുവട്ടിൽ പോയപ്പോൾ ഫലം കണ്ടില്ല. യേശു പറയാണ്, അങ്ങനെയെങ്കിൽ ഇനി മേലാൽ ഈ അത്തിയിൽ ഫലം ഉണ്ടാകാൻ പാടില്ല. ക്ഷണത്തിൽ ഈ അത്തി കരിഞ്ഞുപോയി. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 21-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചനമാണ്. യേശു കർത്താവ് ഈ അത്തിയെ നോക്കി പറഞ്ഞു, ക്ഷണത്തിൽ ഇനി ഒരിക്കലും ഫലം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് യേശു പറഞ്ഞ ഉടനെ ക്ഷണത്തിൽ ഈ അത്തി കരിഞ്ഞുപോയി. ഉടനെ യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിച്ചു? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ കണ്ടിട്ടില്ലാത്ത ദൈവിക ശുശ്രൂഷ സൃഷ്ടിയുടെ മേൽ ഉണ്ടായത് എന്ന് ശിഷ്യന്മാർ കണ്ടപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? പ്രൈസ് ഗോഡ്. യേശു അതിന് കൊടുക്കുന്ന ഒരു മറുപടിയാണ് 21-21. യേശു അവരോട് പറഞ്ഞത്, സംശയിക്കാതെ വിശ്വാസം ഉള്ളവരായാൽ ഈ അത്തിയോട് ഞാൻ ചെയ്തത് നിങ്ങളും ചെയ്യും. സ്തോത്രം, 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 സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രൈസ് ഗോഡ്. യേശു പറയുകയാണ്, ഈ അത്തിയോട് ഇപ്പോൾ ഞാൻ ചെയ്തത്, ആമേൻ, നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അകത്ത് വിശ്വാസം വേണം. പ്രാർത്ഥനയുണ്ട്, വിശ്വാസമില്ല. പ്രസംഗമുണ്ട്, വിശ്വാസമില്ല. ആരാധനയ്ക്ക് പോകുന്നുണ്ട്, ആരാധന കൂടുന്നുണ്ട്, ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്, വിശ്വാസമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശു പറയുകയാണ്, സംശയിക്കാതെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യും. യേശു അത് പറഞ്ഞായിരുന്നു, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ആരെങ്കിലും ദുഃഖത്തോടെ, ഭാരത്തോടെ, പ്രയാസത്തോടെ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ ആ ദുഃഖത്തോടും ആ പ്രയാസത്തോടും ആ കഷ്ടതയോടും വിശ്വാസത്താൽ പറയുക, നീങ്ങിപ്പോകാൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത്തിയെ നോക്കി കർത്താവ് പറയാണ്, ഇനി ഫലം ഉണ്ടാകത്തില്ല. ഉടനെ അത്തി ഇല്ലാതായി, ഉണങ്ങിപ്പോയി. യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? യേശു പറയാണ്, സംശയിക്കാതെ വിശ്വാസത്താൽ നിങ്ങളും ഇതുപോലെ പറഞ്ഞാൽ, ആമേൻ, നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം. പ്രൈസ് ഗോഡ്.
എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ദുഃഖത്തോടെ, ഭാരത്തോടെ, വിഷമത്തോടെ, സാമ്പത്തികമായിക്കൊള്ളട്ടെ, ആ ഒരു യാത്രകളായിക്കൊള്ളട്ടെ, ജോലി ആയിക്കൊള്ളട്ടെ, ബിസിനസ് ആയിക്കൊള്ളട്ടെ, എനിവേ എന്തായിക്കൊണ്ടാലും പ്രൈസ് ഗോഡ്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ, വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഇതിനൊരു ആമേൻ പറയുന്നുവെങ്കിൽ, നിങ്ങളുടെ ലൈഫിനെ പരിശുദ്ധാത്മാവ് അത്ഭുതമാക്കി മാറ്റാൻ പോവുകയാണ്. യേശു ശിഷ്യന്മാരെ നോക്കി പറയണം, വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഇത് പറഞ്ഞാൽ ആമേൻ, നിങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കും അത്ഭുതം ചെയ്യാൻ പറ്റും. എന്തത്ഭുതം! രോഗികളെ സൗഖ്യമാക്കാൻ പറ്റും, ഭൂതത്തെ പുറത്താക്കാൻ പറ്റും. പ്രൈസ് ഗോഡ്. ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പ്രൈസ് ഗോഡ്. ആമേൻ. അത്ഭുതം കൊണ്ട്, അടയാളങ്ങൾ കൊണ്ട് നിങ്ങളുടെ ശുശ്രൂഷയെ നിങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് പറ്റും. എന്ത് വേണം? വിശ്വാസം വേണം. എന്നിട്ട് ശിഷ്യന്മാരുടെ യേശു പറയുകയാണ്, ഈ നിൽക്കുന്ന മലയോട്, ഈ കാണുന്ന മലയോട് കടലിൽ പോയി ചാടാൻ പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും. ഹല്ലേലൂയ. പ്രിയരെ, ആ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിഷയത്തിന്റെ അകത്തൊരു ജയത്തെ എന്ന് പ്രഖ്യാപിക്കാമോ? വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിഷയത്തിന് ഒരു ആമേൻ പറയാമോ? നിങ്ങൾ അനുഭവിക്കുന്ന എത്ര വലിയ വിഷയമായിരുന്നാലും, നിങ്ങൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നമായിരുന്നാലും, ഹല്ലേലൂയ, വിശ്വാസത്താൽ പ്രാർത്ഥനയിലൂടെ ഒന്ന് പ്രഖ്യാപിക്കാമോ? ഞാൻ അത്ഭുതത്തെ കാണും, ഞാൻ അതിശയത്തെ കാണും, ഞാൻ തലമുറയെ കാണും, എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും, എൻ്റെ വർഷിപ്പ് സെൻറ്റർ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുമെന്ന് നിങ്ങൾ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ, വിശ്വാസത്താൽ നിങ്ങൾ കൽപ്പിക്കുകയാണെങ്കിൽ, അത് നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കും. സ്തുതികൾക്കകത്തും സ്തോത്രത്തിന്റെ അകത്തും ആർപ്പുവിളിക്കകത്തും ആരാധനയ്ക്കകത്തും നിറഞ്ഞു നിന്ന ദൈവ സാന്നിധ്യത്തിന്റെ കീഴിൽ ശിഷ്യന്മാരുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും അനുഭവിക്കാത്ത, ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു ശുശ്രൂഷ ബെഥാനിയിലെ ഗ്രാമത്തിൽ ആ വഴിയോരത്തിൽ യേശു ചെയ്യുകയാണ്. പച്ച പുതച്ചു നിന്ന അത്തിയുടെ ചുവട്ടിൽ പോയി, നീ ഇനി ഒരു നാളും ഫലം കായ്ക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ക്ഷണത്തിൽ അത് ഉണങ്ങിപ്പോയി. പ്രൈസ്. ഒരു അത്ഭുത കാഴ്ച ശിഷ്യന്മാർ കാണുകയാണ്. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെ നോക്കി ആത്മാവ് ഞാൻ പ്രവചിക്കുന്നു, ഇതുവരെയും അനുഭവിക്കാത്ത, ഇതുവരെയും കാണാത്ത, ഇതുവരെയും അറിഞ്ഞിട്ടില്ലാത്ത ഒരു മിറാക്കിൾ നിന്റെ വീട്ടിൽ സംഭവിക്കാൻ പോവുകയാണ്, നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്, നിന്റെ കുടുംബജീവിതത്തിൻ്റെ അകത്ത് സംഭവിക്കാൻ പോവുകയാണ്, നിന്റെ തലമുറയിൽ അത് സംഭവിക്കാൻ പോവുകയാണ്. ഇതുവരെയും കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ഏതെങ്കിലും കുടുംബം എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ശിഷ്യന്മാരെ നോക്കി യേശു പറയുകയാണ്, അകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ, അകത്ത് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ പറയുന്നതെന്തും സംഭവിക്കും. അകത്ത് വിശ്വാസമുണ്ടെങ്കിൽ പറയുന്നതെന്തും സംഭവിക്കും. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു, അകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ പ്രാർത്ഥനയിലൂടെ, മിനിസ്ട്രിയിലൂടെ, ആരാധനയിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കും. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ വിശ്വാസത്താൽ ഈ സന്ദേശം കേട്ടു. അങ്ങയുടെ മക്കൾ വിശ്വാസത്താൽ ഉറച്ചിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതങ്ങൾ കാണട്ടെ. അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുത ശുശ്രൂഷകൾ വെളിപ്പെടട്ടെ. അവരുടെ തലമുറകളിൽ, അവരുടെ ജോലിയിൽ, അവരുടെ യാത്രകളിൽ, അവരുടെ ഓഫീസുകളിൽ, അവരിയ്ക്കുന്ന രാജ്യത്തിൽ ദൈവിക അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിന് നന്ദി. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും അസാധാരണമായ മിറാക്കിൾ, അസാധാരണമായ അത്ഭുതം വെളിപ്പെടട്ടെ എന്ന് അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയപ്പാ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വാസത്താൽ സ്തുതിക്കുക, വിശ്വാസത്താൽ കർത്താവായ യേശുവിന് ആരാധന കൊടുക്കുക, വിശ്വാസത്താൽ ആമേൻ കർത്താവായ യേശുവിൻ്റെ മുമ്പാകെ ആർപ്പിടുക. എങ്ങനെയൊക്കെ കർത്താവിനെ സ്തുതിക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ ആരാധിക്കാൻ പറ്റുമോ ആരാധന കൊടുക്കുക. അതിൻ്റെയൊക്കെ മുന്നോടിയായി ഹൃദയത്തിൽ
അകത്ത് വിശ്വാസത്തിൽ വളരുക, വിശ്വാസത്തിൽ മുന്നേറുക. ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും, അത്ഭുതം നിങ്ങൾ കാണും, അത്ഭുതം നിങ്ങൾ അനുഭവിക്കും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ ഒരുമിച്ച് ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.